ഹായ്, ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം 4:30 മണി കേട്ടോ. ഇപ്പോഴാണ് ഞാൻ ഫ്രീ ആയത്. എനിക്കൊരു ലക്ഷ്മിയെ കിട്ടി. ലക്ഷ്മി ആരാന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു സഹായത്തിന് ഒരു കുട്ടി വരുന്നുണ്ടെന്ന്. ഫേസ് തൽക്കാലം റിവീൽ ചെയ്യുന്നില്ല. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് വീട് വൃത്തിയായത് സത്യം പറഞ്ഞാല്. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ വലയെല്ലാം അടിച്ച് വൃത്തിയാക്കി തന്നു. ഇന്ന് പിന്നെ എല്ലാം കബോർഡും ഒക്കെ ചെയ്തു തന്നു. അപ്പം ലക്ഷ്മിയുടെ കൂടെ ഞാനും നിൽക്കുകയായിരുന്നു. കാരണം ലക്ഷ്മിയെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല. ആരെങ്കിലും ഒരാളൂടെ ഹെൽപ്പിനില്ലെങ്കിൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഞാനും കൂടി നിന്ന് ഞങ്ങൾ 2 പേരും കൂടി എൻ്റെ വീടിനെ വൃത്തിയാക്കി എടുത്താട്ടോ. അപ്പൊ അതിനിടയ്ക്ക് ഗ്യാസ് സ്റ്റവ് നന്നാക്കാനായിട്ട് ആള് വന്നു. നല്ല മിടുക്കന്മാരായ 2 പേരാണ് വന്ന് ശരിയാക്കി തന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ സ്ഥിരമായിട്ട് പിജിൻ ഇല്ലില്ല. പി പറയട്ടെ. പിജിന്നാണ് ആള് വരുന്നത്. അപ്പൊ അയാള് പറഞ്ഞത് ശരിയാക്കണത് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് പുറത്തുനിന്ന് ഒരാളെ വിളിച്ചു. അപ്പൊ അയാൾ വന്നിട്ട് പറഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവര് തന്നെ വന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞതാണ്. പിന്നെ പിജിലിനെ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തപ്പോൾ സ്ഥിരം പറഞ്ഞ ആളല്ല ഇന്ന് വന്നത്. വേറൊരു 2 പിള്ളേരാണ് വന്നത്. ഫുൾ അഴിച്ച് പണിത് ഇത് എല്ലാം കൂടി മാറ്റാനായിട്ട് നിൽക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും. ഇതെന്തായാലും ബർണർ മാറ്റിയേ പറ്റത്തുള്ളൂ. അത് നാളെ കൊണ്ടുവന്ന് ഇട്ട് തരാം. ഇതൊക്കെ അതിങ്ങനെ ലോ ഫ്ലെയിം ഇടുമ്പോൾ ഫ്ലെയിം എല്ലാം പോവായിരുന്നു കേട്ടോ. അതിനെല്ലാം അഴിച്ച് പണിത് ഒരു 2 മണിക്കൂറോളം മരുന്ന് ആത്മാർത്ഥതയോടെ ചെയ്തു തന്നു കേട്ടോ. മറ്റേ പുള്ളിയോട് വന്നതെന്ന് അന്ന് ആ പുള്ളി വന്നപ്പോഴേ ഇത് ഫ്ലെയിം പുറത്ത് കിടന്ന കത്തയാണ്. അന്നേ ഞാൻ പറഞ്ഞതൊന്ന് ശരിയാക്കി തരാൻ പറഞ്ഞപ്പോൾ അല്ലത് കുറച്ചുകൂടെ പോവും പറഞ്ഞു. അന്നേ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ വരേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് നീ നാളെ കൊണ്ടുതരാന്ന് പറഞ്ഞു, ഇട്ട് തരാന്ന് പറഞ്ഞു. ഫുൾ അഴിച്ച് പണിത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. സ്റ്റൗ ശരിയായി, വീട് വൃത്തിയായി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചോറ്, മീൻകറി, തോരനൊക്കെ രാവിലെ വേദ സ്കൂളിൽ പോണോണ്ട് എല്ലാം റെഡിയായി. ചായ ഇട്ടോണ്ടിരിക്കുകയാണ്. ചായ ആവുന്ന സമയം നമുക്ക് വസ്ത്രയുടെ ഇന്നലെ വന്ന സാരി ഓപ്പൺ ചെയ്ത് കാണിച്ചില്ല എന്ന് കുറച്ച് പേര് പരാതി പറഞ്ഞു. ബ്ലൗസ് കണ്ടില്ല, അതിൻ്റെ ബോഡി കണ്ടില്ല. നമുക്ക് ചെറിയ വീഡിയോ ആയതുകൊണ്ട് അതിൽ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഭയങ്കര ലെങ്ത് ആവും. എങ്കിലും ഞാൻ മാക്സിമം കാണിച്ചു, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ചായ ആവുന്ന സമയം ഒരു സെറ്റ് സാരിയും പിന്നെ ഒരു നാരായൺപെട്ട് സാരി കാണാം. നാരായൺപെട്ട് സാരി നമ്മൾ ആദ്യമായിട്ടാണ് വസ്ത്രത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കണ്ട് കാണാം അല്ലേ. റോസാപ്പൂ വേണോ മറ്റേത്? ആ മനുഷ്യന്മാരുള്ളതിനെ പറയണത് ബാർലിന്നോ കാർലിന്നോ എന്തൊന്നോ ഒരു പേരാട്ടോ. എനിക്ക് 1-2 പേര് കമന്റ് ചെയ്തു. ഒരുപാട് പേര് ആ ബാർലി മോഡൽ സാരി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അത് സോൾഡ് ഔട്ട് ആയിട്ടോ. റോസാപ്പൂ ആണോ ചെമ്പരത്തി ആണോ? റോസാപ്പൂ എടുക്കുക. ആരോ ഇത് കണ്ടിട്ട് ചോദിച്ചു ഇത് ഹിബിസ്കസ് ആണോ റോസായാണോ എന്നൊക്കെ ചോദിച്ചു. എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. ഇത് നമ്മുടെ ടിഷ്യൂല് വരുന്ന ഒരു സാരിയാണ്. ഈ സാരിയുടെ മുന്താണി ഇത് ഇങ്ങനെ വരും. കുറച്ചുകൂടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വിശാലമായിട്ട് കാണാം. കാരണം സാരി ഫുൾ ഇതിങ്ങനെ റോസാപ്പൂ വരുന്നുണ്ട് കേട്ടോ. ഫുൾ റോസയാണോ ചെമ്പരത്തിയാണോ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇത് ടിഷ്യൂ സാരിയാണ്. ഈ സാരിയുടെ മുന്താണി വന്നിട്ട് ദേ ഇങ്ങനെ വരും. ഫുൾ റോസാട്ടോ. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ടസൽസ് നോക്കിയാൽ ഗ്രീൻ ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിൽ നല്ല രസമുണ്ടല്ലേ ഇത് കാണാൻ. ടസൽസ് ആണ് ഒരു ഭംഗി. ദേ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത്. സാരി ഇത്രയും ഹെവി ആയതുകൊണ്ട് ബ്ലൗസ് കുറച്ച് സിമ്പിളാണ്. എങ്കിൽ ആ സ്ലീവിൽ റോസാപ്പൂ വരുന്നുണ്ട് കേട്ടോ. റോസാപ്പൂവോ ചെമ്പരത്തിയോ എന്ത് വേണോ നിങ്ങൾക്ക് തീരുമാനിക്കാം. വരുന്നുണ്ടേ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ നാരായൺപെട്ട് സാരി നമ്മൾ ഇപ്പോഴാണ് വസ്ത്രയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കാൻ പോകുന്നിടത്തെല്ലാം ഈ നാരായൺപെട്ടിൻ്റെ സിൽക്ക് സാരിയാണ് ഉള്ളത് കേട്ടോ. എനിക്ക് സിൽക്ക് സാരി ഇഷ്ടമല്ല. നമ്മുടെ വസ്ത്രയിലും സിൽക്ക് സാരി കൊണ്ടുവരുന്നത് ആർക്കും ഇഷ്ടമല്ല. ആരും അങ്ങനെ അധികം വാങ്ങാറുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നാരായൺപെട്ട് വാങ്ങാതെ. പക്ഷെ ഇപ്പം നമ്മൾ ചെന്നപ്പോൾ നമുക്ക് കോട്ടൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നാരായൺപെട്ട് സാരി. പ്യുവർ കോട്ടണിലാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ഡിസൈനാണ്. ഒരു മെറൂൺ റെഡ് കളറിലൊക്കെ വരുന്നത്. അടിപൊളി കേട്ടോ. ഇവിടെ കുഞ്ഞു ബോർഡറും താഴെ വലിയ ബോർഡറും. അതാണ് ഈ ഒരു സാരിയുടെ പ്രത്യേകത. ഈ ഒരു ഡാർക്ക് മെറൂണിന് ഗ്രീൻ കളർ കോൺട്രാസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പല്ലു വന്നിട്ട് ഇങ്ങനെ കേട്ടോ വരുന്നത്. ഇതിൻ്റെ വീഡിയോ ഇടാതെ തന്നെ ഓൾറെഡി ഇതിൻ്റെ 3 പീസ് നമുക്ക് പോയിട്ടുണ്ട്. ഇനി ഒരു 2 പീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് റണ്ണിങ് ബ്ലൗസാണ് വരുന്നത്. അതായത് സെയിം ഈ ബ്ലൗസ് തന്നെയാണ് വരുന്നത്. സ്ലീവിൽ ഈ ഒരു ബോർഡർ വരും കേട്ടോ. അതാണ് ഈ സാരിക്ക് ബ്ലൗസായിട്ട് വരുന്നത്. 6.25 മീറ്റർ ലെങ്ത് ഉണ്ട് സാരിക്ക്. അപ്പോൾ ഇതിൻ്റെ വേറൊരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ആട്ടോ. ബ്ലാക്കിൽ റെഡ് കോൺട്രാസ്റ്റ്. ബ്ലാക്ക് ആൻഡ് റെഡ് ഭയങ്കര ഇഷ്ടമാണ്. സെയിം തന്നെയാണ്. അതിൽ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പല്ലുവിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വസ്ത്രയുടെ സാരി ഇത് രണ്ടുമാണേ. അപ്പോഴേക്കും എൻ്റെ ചായ റെഡി ആയിട്ടുണ്ടാവും. വീഡിയോ എല്ലാം എടുത്തിട്ട് വന്നപ്പോൾ ചായ തിളച്ച് പറ്റിയെന്നാണ് തോന്നുന്നത്. ചായ
തണുക്കാനായിട്ട് വച്ചിരിക്കുകയാണ്. എല്ലാവരും പറയും ചായ ചൂടോടെ കുടിക്കണമെന്ന്. എനിക്ക് തണുത്തെന്ന് പറഞ്ഞാൽ ചെറിയ ലൈറ്റായിട്ടുള്ള ചൂടാണ് എനിക്കിഷ്ടം കേട്ടോ. ഇപ്പോൾ ചായക്കടയിൽ പോയി ചായ പറഞ്ഞാലും തണുപ്പിച്ച് തരാൻ പറയും. എനിക്ക് ചെറിയ ചൂടോടെ കുടിക്കണതാണ് ഇഷ്ടം. അതുകൊണ്ട് തണുക്കാൻ അടുപ്പിൽ തന്നെ വെച്ചിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ തണുക്കും. ഇനി അതിനൊഴിച്ച് കുടിക്കും. എൻ്റെ വസ്ത്രം അവിടെ നടിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണ് ഞാൻ ഇരുന്നത് കേട്ടോ. കാരണം കൂടെ നിന്ന് ഞാൻ ലക്ഷ്മിയോട് എല്ലാം പറയുന്ന പോലെ ചെയ്തു തരും. നല്ല നീറ്റാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. എത്ര ദിവസം ലക്ഷ്മി വരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ വരുന്നു, ചെയ്യുന്ന കാര്യം എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തു തരും. രാവിലെ വന്നതാണ്, 4 മണിയാകുമ്പോഴാണ് എന്നും പോകുന്നത് കേട്ടോ. ഞാനും കൂടെ നിന്ന് കുറേശ്ശൊക്കെ ഞാനും ഹെൽപ്പ് ചെയ്യും. ഞങ്ങൾ രണ്ടുപേരും കൂടി നിന്നിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇനി അടുത്ത ആഴ്ച മുതൽ ഇത്രയും ജോലി ഉണ്ടാവില്ല. ഇന്നിപ്പോൾ ആകെ കൂടി വൃത്തികേടായിട്ട് കിടന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ശനിയാഴ്ച നമ്മൾ പോവാണ്. പോയിട്ട് വന്ന് 2 ദിവസം ഞാൻ എയറിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്തതുപോലെ ബുധനാഴ്ച വിളിക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. തൽക്കാലം ഞാൻ ഫേസ് റിവീൽ ചെയ്യുന്നില്ല. കാരണം പല പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. എപ്പോഴെങ്കിലും കാണിക്കാൻ പറ്റുമ്പോൾ കാണിക്കാം കേട്ടോ. ഓക്കെ. നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണാറുണ്ട്. എല്ലാ വിശേഷങ്ങളും അറിയാം. എല്ലാവരെയും അറിയാം. എല്ലാം ചോദിക്കാറുമുണ്ട്. ചായ തണുത്തിട്ട് ചായ കുടിക്കാം. ഇതായിരുന്നു കേട്ടോ രാവിലത്തെ പരിപാടി. വീട് ഫുൾ അടിച്ച് വാരി വൃത്തിയാക്കി ലക്ഷ്മി നിന്ന് ക്ലീൻ ചെയ്യുകയാണ്. ലക്ഷ്മിയുടെ ഫേസ് തൽക്കാലം റിവീൽ ചെയ്യുന്നില്ല. ക്ലീനിങ് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് ഗ്യാസ് സ്റ്റൗ നന്നാക്കാനായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ചായിരുന്നേ. ആ ഗ്യാസ് സ്റ്റൗ ഫുൾ ഓപ്പൺ ചെയ്താണ് അവർ ക്ലീൻ ചെയ്ത് തന്നത്. അത് ഓപ്പൺ ചെയ്തപ്പോൾ ഫുൾ തുരുമ്പെടുത്ത് ദ്രവിച്ചൊരു പരുവായിട്ടിരിക്കുകയായിരുന്നു. അത് അങ്ങ് പോയിരിക്കുകയായിരുന്നു കേട്ടോ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് അത് വർക്കായിക്കൊണ്ടിരുന്നത്. മിക്കവാറും ഒരു പുതിയ സ്റ്റൗ വാങ്ങേണ്ട പൈസ ആവും. പക്ഷേ എങ്കിലും അവരത് സർവീസ് ചെയ്ത് നല്ല രീതിയിൽ തന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ ഒരു മാജം ഫ്രീയിൽ പോയി ഒരു പുതിയ പരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട്. അവിടെ ചെന്നപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഇല്ല, പിന്നെ ഡേറ്റ്സും വേണമായിരുന്നു. ഡേറ്റ്സ് വാങ്ങി. അതിനിടയ്ക്ക് വേദയും കൂടി കൊണ്ടാണ് പോയത് കേട്ടോ. അതിനിടയ്ക്ക് ഒരു സാധനം ഒപ്പിച്ചങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞു. നിന്ന് ചിരിക്കുന്ന നോക്കിയേ. അവിടെ പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വേറൊരു കടയിൽ പോയി ഡാർക്ക് ചോക്ലേറ്റ് എല്ലാം വാങ്ങി നേരെ വീട്ടിൽ വന്നേ. ഞാനും വേദയും കൂടി കറങ്ങാൻ പോയേ. ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങാൻ പോയതാണ്. അത് വാങ്ങിയില്ല. പകരം വേണ്ടാത്ത കാഷ്യൂസൊക്കെ. ഇന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നേ വേദയ്ക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിക്കൊടുക്കുക, ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിക്കൊടുന്നു. നിങ്ങൾ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കി. വേദയ്ക്ക് നാളെ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും. വേണ്ടേ? അത് പറയണ ദിവസം എനിക്കിപ്പോ മനസ്സില്ലായിരുന്നു. കാഷ്നട്ട് കപ്പലിൻ്റെയും നമ്മൾ വാങ്ങിച്ചു. അതിപ്പോ ചുമ്മാ ഇങ്ങനെ പൊളിച്ചിരുന്ന കാഷ്നട്ട് കൊള്ളാം. ഇനി രാത്രിയായ സ്ഥിരം പരിപാടി പുട്ട് വേവിക്കല്. വസ്ത്രയിൽ കുറച്ച് ഓർഡേഴ്സ് വന്ന് കിടപ്പുണ്ട്. അതെല്ലാം ഇനി കൊറിയർ ചെയ്യണം. പ്രിന്റർ വാങ്ങിയെന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമൊന്നുമില്ല കേട്ടോ. അത് പ്രിന്റ് എടുക്കണം, നമ്മളെ അഡ്രസ്സ് കറക്റ്റ് സേവ് ചെയ്യണം. പ്രിന്റ് എടുക്കുന്നവരെ പാട്, അത് കഴിഞ്ഞ് എളുപ്പമുണ്ട് കേട്ടോ. ജസ്റ്റ് അന്ന് എഴുതുന്ന അത്രയും പാടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രിന്റ് എടുക്കാനായിട്ടുണ്ട്. നമ്മുടെ ഓണം സെറ്റ് സാരി തന്നെ കേട്ടോ. ഇത്രയും ദിവസം ഓണം സെറ്റ് സാരിക്ക് വലിയ ഇതില്ലായിരുന്നു. ഇപ്പോൾ ഓണം സെറ്റ് സാരിക്ക് ഭയങ്കര ഇതായിട്ടോ. കഴിഞ്ഞ വർഷം നമ്മൾ വസ്ത്രം തുടങ്ങിയപ്പോൾ ഓണം സെറ്റ് സാരി എന്നാണോ തുടങ്ങിയത്. ഭയങ്കര ഇതായിരുന്നു. അത്രയും ഒരു ഇത് ഓണം സെറ്റ് സാരിക്ക് ഇപ്പം ഇല്ല. ഇപ്പം ചുരിദാർ മെറ്റീരിയലാണ്. എന്തായാലും ശനിയാഴ്ച എടുക്കുന്നുണ്ട് ചുരിദാർ മെറ്റീരിയൽ. എന്തായാലും ഇന്നത്തേത് വളരെ കുഞ്ഞ് വീഡിയോ ആയിരുന്നു. ഞാൻ പറയാം കുറച്ച് ജോലിയായിട്ട് നിന്നതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വൈകിട്ടായപ്പോഴാണ് പിന്നെ വീഡിയോ എടുത്തു തുടങ്ങിയത്. അതിൻ്റെതായ കുറവ് വീഡിയോ ഒക്കെ ഉണ്ട്. അല്ലെങ്കിലും എടുക്കുമ്പോൾ കുറഞ്ഞായിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. രാത്രി പുട്ടും പഴവുമാണ്. ദേ മീൻകറി ഇരിക്കുന്നു. വാങ്ങിച്ചില്ലേ പഴം? ഏട്ടന് മീൻകറി വേണ്ടാന്ന്. ഇത് നാളെ ഞാൻ അവിയലും മീൻകറിയും കൂട്ടി കഴിക്കും. ഏട്ടന് മീൻകറി വേണ്ടാന്ന്. അപ്പോൾ പുട്ടും പഴമാണ്. വേറെ വിശേഷമൊന്നുമില്ല. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ.